ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ 7ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമ്പർ റിലേഷൻസ് എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 131 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് ഈച്ച് നമ്പർ ബിലോ. താഴെ തന്നിട്ടുള്ള നമ്പേഴ്സിനൊക്കെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റ് നമ്പർ 40 ആണ് അല്ലേ. ഈ 40 ഒരു പ്രൈം നമ്പർ അല്ല. പ്രൈം നമ്പറോ അല്ലെങ്കിൽ അതിൻ്റെ പവറോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റോ ആക്കിയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത്, ഏതൊക്കെ ഫാക്ടർ എന്ന് കണ്ടുപിടിക്കാതെ തന്നെ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കൂ. നേരത്തെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്ത പോലെ തന്നെ 40 ഏത് സംഖ്യയൊക്കെയാണ് പോകാൻ നോക്കുക. 40 2 ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് 2 കൊണ്ട് നോക്കാം. 40 എത്ര രണ്ടാണുള്ളത്? 20 അല്ലേ. അപ്പോൾ താഴെ നമുക്ക് 20 എന്ന് എഴുതാം. ഇനി 20ലും 2 ഉണ്ട് അല്ലേ. 20 എത്ര 2 ഉണ്ട്? 10 രണ്ടാണ്. അപ്പം അതിൻ്റെ താഴെ നമുക്ക് 10 എന്ന് എഴുതി കൊടുക്കണം. ഇനി 10ൽ 2 ഉണ്ട്. 10ൽ എത്ര 2 ഉണ്ട്? 5 2 അല്ലേ. 5 എന്നുള്ളത് ഒരു പ്രൈം നമ്പർ ആയതുകൊണ്ട് തന്നെ അതിനി ചെറുതാക്കേണ്ട ആവശ്യമില്ല. ഇനി നോക്കൂ, 40 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2 × 2 × 2 × 5 എന്ന് എഴുതാം അല്ലേ. അതായത് 2 3 തവണ ഉണ്ട്. 2⁻3. 5 ഒരു തവണയേ ഉള്ളൂ. 5 എന്നോ അല്ലെങ്കിൽ 5⁻1 എന്നോ നമുക്ക് എഴുതാം. ഇത് വെച്ചിട്ട് നമുക്ക് 40ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം, ഇതിപ്പോൾ P⁻m × Q⁻n എന്ന് പറഞ്ഞാൽ ഒരു രൂപത്തിലാണല്ലേ. അതായത് പിയും ക്യൂവും വ്യത്യസ്തമായിട്ടുള്ള പ്രൈം നമ്പേഴ്സാണ്. അതുപോലെ എമ്മും എന്നും നാച്ചുറൽ നമ്പേഴ്സുമാണ്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്? എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് എങ്ങനെയാണ് കാണുക? P⁻m × Q⁻n എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലാണെങ്കിൽ എമ്മുക്ക് 1 കൂട്ടുക, എന്നുക്ക് 1 കൂട്ടുക, എന്നിട്ട് അവ തമ്മിൽ ഗുണിക്കുക. അത്രയാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം കിട്ടുക. അപ്പോൾ ഇവിടെ എം എന്ന് പറഞ്ഞത് എത്രയാ? എം എന്ന് പറഞ്ഞത് 3 ആണ്. അതുപോലെ എൻ എന്ന് പറഞ്ഞത് 1 ആണ്. 3ക്ക് 1 കൂട്ടുമ്പോൾ 4, 1ക്ക് 1 കൂട്ടുമ്പോൾ 2. അപ്പോൾ 4 × 2 കണ്ടാൽ മതി. 4 × 2 എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടില്ല. അതായത് 40 എന്ന് പറഞ്ഞ സംഖ്യക്ക് 8 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഇനി നോക്കൂ, അടുത്ത നമ്പർ 54 ആണ് അല്ലേ. 54ന് നേരത്തെ ചെയ്ത പോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? 54 എന്നുള്ളതിൽ 2 ഉണ്ട് അല്ലേ. എത്ര 2 ഉണ്ട്? 27 2ആണ് 54 എന്ന് പറഞ്ഞത്. അപ്പോൾ താഴെ 27 എന്ന് എഴുതി. 27 ഇനി 2 ഇല്ല. പിന്നെ ഏതാ ഉള്ളത്? 3 ഉണ്ട് അല്ലേ. അപ്പോൾ 3 കൊണ്ട് നോക്കുമ്പോൾ 27 എത്ര 3 ഉള്ളത്? 9 3 ആണ് 27. അപ്പോൾ നമ്മൾ താഴെ 9 എന്ന് എഴുതി. ഇനി 9ലും 3 ഉണ്ട്. എത്ര 3 ഉണ്ട്? 3 3 ആണ്. അപ്പോൾ 3 എന്ന് എഴുതി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 54 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 54 എന്ന് പറഞ്ഞാൽ 2 × 3 × 3 × 3 ആണ്. ഒരു 2ഉം 3 3 ആണുള്ളത് അല്ലേ. അതായത് 2⁻1 × 3⁻3. ഇനി എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കാണാലോ. എങ്ങനെയാണ്? നേരത്തെ ചെയ്ത പോലെ തന്നെ P⁻m × Q⁻n ആണെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് എമ്മുക്ക് 1 കൂട്ടുക, എന്നുക്ക് 1 കൂട്ടുക, എന്നിട്ട് അവ തമ്മിൽ ഗുണിക്കുക. ഇവിടെ എം എന്ന് പറഞ്ഞത് 1ഉം എൻ എന്ന് പറഞ്ഞത് 3ഉം ആണ് അല്ലേ. അപ്പോൾ 1ക്ക് 1 കൂട്ടുമ്പോൾ പിന്നെ എത്രയാവും? 2 ആവും. 3ക്ക് 1 കൂട്ടുമ്പോൾ 4 ആവും. അപ്പോൾ 2 × 4 കാണാം അല്ലേ. 2 × 4 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ 54ന് 8 ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 60 ആണ് അല്ലേ. 60നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? 60ൽ 2 ഉണ്ടല്ലോ. എത്ര 2 ആണ്? 30 2ആണ് 60. അപ്പോൾ 30 എന്ന് താഴെ എഴുതി. 30ലും 2 ഉണ്ട്. എത്ര 2 ഉണ്ട്? 15 2ആണ് 30. അപ്പോൾ 15 എന്ന് താഴെ എഴുതി. 15ൽ ഇനി 2 ഇല്ല അല്ലേ. 3 ഉണ്ടല്ലോ. എത്ര 3 ആണ്? 5 3 ആണ്. അപ്പോൾ 5 എന്നും താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, 60 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 3 × 5 എന്ന് എഴുതാം അല്ലേ. 2 തവണ ഉണ്ട്. അതായത് 2⁻2. 3 ഒരു തവണയുള്ളൂ. അപ്പോൾ 3⁻1. 5 ഒരു തവണയാണ്. അപ്പോൾ 5⁻1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട്? ഓരോന്നിൻ്റെ പവർക്കും 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, ഓരോന്നിൻ്റെ 1ന് 2 ആണ്, പിന്നെ 1ന് 1 ആണ്, പിന്നെ 1ന് 1 ആണ്. അപ്പോൾ 2ക്ക് 1 കൂട്ടുമ്പോൾ 3 കിട്ടും. 1ക്ക് 1 കൂട്ടുമ്പോൾ 2, അടുത്ത 1ക്ക് 1 കൂട്ടുമ്പോൾ 2. അങ്ങനെ 3 × 2 × 2 എന്ന് കിട്ടി അല്ലേ. 3 × 2 × 2 എത്രയാ? 12 ആണ് അല്ലേ. അപ്പോൾ 12 ഫാക്ടേഴ്സാണ് 60 എന്ന് പറഞ്ഞ സംഖ്യക്ക് ഉള്ളത്. ഇനി അടുത്തത് നോക്കൂ, 100 ആണ് അല്ലേ. 100ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം 100നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 100നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ് നോക്കൂ. 100ൽ 2 ഉണ്ട് അല്ലേ. എത്ര 2 ആണ്? 50 2ആണ് 100. താഴെ 50 എന്ന് എഴുതി. 50ലും 2 ഉണ്ട്. എത്രയാണ്? 25 2ആണ് 50. താഴെ 25 എന്ന് എഴുതി. 25ൽ 2 ഇല്ല, 3 ഇല്ല, 5 ആണുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് 5 എന്ന് എഴുതാം. അപ്പോൾ എത്ര 5 ആണ്? 5 5 ആണുള്ളത്. അപ്പോൾ 5, പിന്നെ താഴെ 5 എന്നും കൂടി എഴുതി. അപ്പോൾ 100 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 2 × 5 × 5 എന്ന് എഴുതാം അല്ലേ. 2 2 തവണയും 5 2 തവണയാണുള്ളത്. അതുകൊണ്ട് തന്നെ 2⁻2 × 5⁻2 എന്ന് എഴുതാം.
ഇനി ഇതിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഓരോന്നിൻ്റെയും പവർക്ക് 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുകയാണ് അല്ലേ. അപ്പോൾ 2ൻ്റെ പവർ 2ആണ്, 5ൻ്റെ പവർ 2ആണ്. അപ്പോൾ 2ക്ക് 1 കൂട്ടിയാൽ 3, പിന്നെ 2ക്ക് 1 കൂട്ടിയാൽ 3, അങ്ങനെ 3 × 3 കാണാം. 3 × 3 എന്ന് പറഞ്ഞാൽ 9 ആണ് അല്ലേ. അപ്പോൾ 100ൻ്റെ എത്ര ഫാക്ടേഴ്സാണ് ഉണ്ടാവുക? 9 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. ഇനി അടുത്തത് 210 ആണ് അല്ലേ. 210നെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെയാണ്? നോക്കൂ, 210ൽ 2 ഉണ്ട്. എത്ര തവണയാണുള്ളത്? 105 അല്ലേ. 105 2ആണ് 210 എന്ന് പറഞ്ഞത്. 210ൻ്റെ പകുതി 105 ആണ്. ഇനി 105ൽ 2 അല്ല, 2 ഇല്ല അല്ലേ, പൂർണ്ണമായിട്ട് പോകില്ല, ശിഷ്ടം വരും. അതുകൊണ്ട് തന്നെ 3 ഉണ്ടോ നോക്കാം. 3 കറക്റ്റായിട്ട് പോകും. നോക്കൂ, 105ൽ എത്ര 3 ആണുള്ളത്? 35 3ആണ് 105 എന്ന് പറഞ്ഞത്. അതായത് നമ്മൾ എങ്ങനെയാണ് നോക്കണത്? 10ൽ ആദ്യം നോക്കുക. 10ൽ 3 3 9, ശിഷ്ടം 1 ഉണ്ട്. 15ൽ നോക്കുക. 15ൽ 5 3 15, അങ്ങനെ 35 എന്ന് കിട്ടിയില്ലേ. ഇനി 35ൽ 3 ഉണ്ടോ നോക്കുക. അപ്പോൾ 2ഉം 3ഉം ഇല്ല. അപ്പോൾ 5 ഉണ്ട് അല്ലേ. എത്ര 5 ആണുള്ളത്? 7 5ആണ് 35. അതായത് 7 എന്നും കൂടി എഴുതാം. ഇനി നോക്കൂ, 210 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 2 × 3 × 5 × 7 എന്ന് എഴുതാം അല്ലേ. എല്ലാം ഓരോ തവണയാണ് ഉള്ളത്. 4 പ്രൈം നമ്പേഴ്സും ഓരോ തവണയാണ് ഉള്ളത് അല്ലേ. അതായത് 2 × 3 × 5 × 7 ആണ് 210 എന്ന് പറയുന്നത്. ഇതിലെ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാൻ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിൻ്റെയും പവർക്ക് 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പോൾ ഓരോന്നിനും പിന്നെ 1 വീതമാണ് പവർ വരുന്നത് അല്ലേ. 2ന് 1 പവർ, 3ന് 1, 5ന് 1, 7ന് 1. അപ്പോൾ അതിക്കൊക്കെ 1 കൂട്ടുമ്പോൾ 2 × 2 × 2 × 2 എന്ന് കിട്ടും. അപ്പോൾ എത്രയാണ്? 2 × 2 4, 4 × 2 8, 8 × 2 16 അല്ലേ. അപ്പോൾ 2 × 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 16 ആണ്. അതായത് 210 എന്ന് പറഞ്ഞ സംഖ്യക്ക് നമുക്ക് 16 ഫാക്ടേഴ്സാണ് എഴുതാൻ കഴിയുക. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ വി ക്യാൻ റെഡ്യൂസ് സം പെക്യുലാരിറ്റീസ് ഓഫ് ദി നമ്പർ. ദ ടേബിൾ ബിലോ ലിസ്റ്റ് ദീസ് ഫോർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അപ് ടു 5. എക്സ്റ്റെൻഡ് ഇറ്റ് ടു നമ്പർ ഓഫ് ഫാക്ടേഴ്സ് അപ് ടു 10. അതായത് ഫാക്ടേഴ്സിൻ്റെ എണ്ണം അനുസരിച്ച് നമ്പറിന് ചില പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോൾ 1 മുതൽ 5 വരെ ഫാക്ടേഴ്സ് വരുന്ന അത്രയും എണ്ണം ഫാക്ടേഴ്സ് വരുന്ന നമ്പറിൻ്റെ പ്രത്യേകത താഴെ തന്നിട്ടുണ്ട്. 6 മുതൽ 10 വരെയുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നോക്കൂ, നമ്പർ 1 ആവുമ്പോൾ അതിന് ഫാക്ടേഴ്സിൻ്റെ എണ്ണം 1 ആണ് അല്ലേ. ഒരു പ്രൈം നമ്പർ ആണെങ്കിൽ അതിന് 2 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. പിന്നെ സെക്കൻഡ് പവർ ഓഫ് എ പ്രൈം ആണെങ്കിൽ അതിന് 3 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. തേർഡ് പവർ ഓഫ് എ പ്രൈം ആണെങ്കിൽ അതിന് 4 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. അതുപോലെ പ്രോഡക്റ്റ് ഓഫ് 2 പ്രൈം ആണെങ്കിലും അതിന് 4 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. പിന്നെ ഫോർത്ത് പവർ ഓഫ് എ പ്രൈം ആണെങ്കിൽ അതിന് 5 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഇനി ഫാക്ടേഴ്സിൻ്റെ എണ്ണം 6 ആണെങ്കിൽ ആ ഒരു സംഖ്യ എന്ന് പറഞ്ഞത് ഏത് രൂപത്തിലുള്ളതായിരിക്കും? ഒന്നുകിൽ ഒരു പ്രൈം നമ്പറിൻ്റെ 5th പവർ ആയിരിക്കും, അതായത് p⁵5 അല്ലേ. പി എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പർ. അതല്ലെങ്കിൽ വേറൊരു ചാൻസ് എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പറും വേറൊരു പ്രൈം നമ്പറിൻ്റെ സെക്കൻഡ് പവറും തമ്മിലുള്ളതിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും, അതായത് p⁵2 × q എന്നുള്ള ആ ഒരു രൂപത്തിലും ആവാം. അതിൽ പിയും ക്യൂവും പ്രൈം നമ്പറാണ്. ഇനി നോക്കൂ, ഫാക്ടേഴ്സിൻ്റെ എണ്ണം 7 ആണെങ്കിൽ ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു പ്രൈം നമ്പറിൻ്റെ 6th പവർ ആയിരിക്കും അല്ലേ. അപ്പോഴാണ് ഫാക്ടേഴ്സിൻ്റെ എണ്ണം 7 ആവുക. അതിൻ്റെ അൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? p⁻6. പി എന്ന് പറഞ്ഞത് ഒരു പ്രൈം നമ്പറാണ്. ഇനി ഫാക്ടേഴ്സിൻ്റെ എണ്ണം 8 ആണെങ്കിൽ ആ ഒരു സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുകിൽ 8ന്ന് 1 കുറച്ചത്, അതായത് 7, പ്രൈം നമ്പറിൻ്റെ പവർ 7 വരുന്നതാവാം അല്ലേ. പിന്നെ അതായത് p⁻7 എന്ന് വരുന്ന ആ ഒരു രൂപത്തിലാകാം. അല്ലെങ്കിലോ 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, അതായത് PQR, അങ്ങനെ 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് വരുന്ന ആ ഒരു രീതിയിലാവാം. അപ്പോഴെന്തായിരിക്കും? പിന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് 8 ആയിരിക്കും അല്ലേ. കാരണം എന്താ? ഓരോന്നിൻ്റെയും പവർ എന്ന് പറഞ്ഞത് 1 ആണ് അല്ലേ. 1 × 1 + 1 2, അങ്ങനെ 2 × 2 × 2 എന്ന് വരും അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണുന്നത്. ഓരോ പവർക്കും 1 കൂട്ടിയിട്ട് അവ തമ്മിൽ ഗുണിക്കുകയാണ്. അപ്പോൾ 2 × 2 × 2 എന്ന് പറയുമ്പോൾ എത്രയായി? 8 ആയി അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 8 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒന്നുകിൽ PQR എന്ന് പറഞ്ഞ രൂപത്തിൽ, അതായത് 3 പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആണെങ്കിലും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 8 ആയിരിക്കും. ഇനി വേറൊരു ചാൻസ് എന്താണ് നോക്കൂ. ഒരു പ്രൈം നമ്പറിൻ്റെ 3rd പവറും വേറൊരു പ്രൈം നമ്പറും അതിൻ്റെ പ്രോഡക്റ്റ് വരുമ്പോഴും എന്ത് തന്നെയായിരിക്കും? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് 8 ആയിരിക്കും അല്ലേ. അതായത് ഒരു പ്രൈം നമ്പറിൻ്റെ 3rd പവർ എന്ന് പറയുമ്പോൾ 3ക്ക് 1 കൂട്ടിയിട്ട്, അങ്ങനെയല്ല നമ്മൾ ഫാക്ടേഴ്സ് കാണുന്നത്. 3ക്ക് 1 കൂട്ടുമ്പോൾ 4, പിന്നെ വേറൊരു പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 1ക്ക് 1 കൂട്ടുമ്പോൾ 2, അപ്പോൾ 4 × 2 8 എന്ന് കിട്ടും അല്ലേ. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 8 എന്ന് കിട്ടും. അപ്പോൾ അതായത് p⁻3 × q എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിലാണെങ്കിലും എന്താണ്? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 8 ആയിരിക്കും. ഇനി ഫാക്ടേഴ്സിൻ്റെ എണ്ണം
9 ആണെങ്കിൽ എന്തായിരിക്കും ആ ഒരു സംഖ്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്നുകിൽ ഒരു പ്രൈം നമ്പറിൻ്റെ 8th പവർ ആയിരിക്കും അല്ലേ. 9 ഫാക്ടേഴ്സിൻ്റെ എണ്ണം 9 ആകുമ്പോൾ അതിൻ്റെ 8th പവർ ആവാം, പ്രൈം നമ്പറിൻ്റെ 8th പവർ ആവാം. അതല്ലെങ്കിൽ 8th പവർ എന്ന് പറയുമ്പോൾ p⁻8 അല്ലേ, p എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ. ഇനി അതല്ലെങ്കിൽ വേറൊരു ചാൻസ് എന്താണ്, 2 പ്രൈം നമ്പറിൻ്റെ സെക്കൻഡ് പവറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന രീതിയിലും എഴുതാൻ പറ്റും അല്ലേ. അപ്പോഴും എന്ത് തന്നെയാണ്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞത് 9 ആയിരിക്കും. അതിൻ്റെ അൽജിബ്രിക് ഫോം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്, p⁻2 ഇൻറ്റു q⁻2. ആ ഒരു രൂപത്തിൽ എഴുതിയാലും നമുക്ക് എന്താണ്, ആ ഒരു രൂപത്തിലാണെങ്കിലും ആ നമ്പർ ആ ഒരു രൂപത്തിലാണെങ്കിലും നമുക്ക് എത്ര ഫാക്ടേഴ്സാണ് ഉണ്ടാവുക, 9 ഫാക്ടേഴ്സാണ് ഉണ്ടാവുക. അതിൽ പിയും ക്യൂ എന്താണ്, പ്രൈം നമ്പർ ആയിരിക്കും. ഇനി ഫാക്ടേഴ്സിൻ്റെ എണ്ണം 10 ആണെങ്കിൽ ആ ഒരു നമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് അതൊരു പ്രൈം നമ്പറിൻ്റെ 9th പവർ ആവാം അല്ലേ. അതല്ലെങ്കിൽ 9th പവർ എന്ന് പറഞ്ഞാൽ p⁻9 ആ ഒരു രൂപത്തിലാവാം. അതല്ലെങ്കിൽ വേറൊരു ചാൻസ് എന്താണ്, ഒരു പ്രൈം നമ്പറിൻ്റെ 4th പവറും വേറൊരു പ്രൈം നമ്പറും തമ്മിലുള്ളതിൻ്റെ പ്രോഡക്റ്റും ആവാം അല്ലേ. അതായത് p⁴ ഇൻറ്റു ക്യൂ എന്ന് പറഞ്ഞാൽ ആ ഒരു രൂപത്തിലാണെങ്കിലും നമ്പർ ഓഫ് ഫാക്ടേഴ്സ് എന്തായിരിക്കും, 10 ആയിരിക്കും. അതായത് ഈ 2 രീതിയിൽ നമ്പർ വരുമ്പോഴാണ് അതിൻ്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 10 വരിക. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പേജിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.